മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച നടിയായിരുന്നു മീര ജാസ്മിൻ. കസ്തൂരിമാൻ, പാഠമൊന്ന്, ഒരു വിലാപം, പെരുമഴക്കാലം, സ്വപ്നക്കൂട്, അച്ചുവിന്റെ അമ്മ, ഗ്രാമഫോൺ, ഒരേ കടൽ, കൽക്കട്ട ന്യൂസ്, വിനോദയാത്ര, അങ്ങനെ ഒരു പിടി നല്ല സിനിമകൾ മീര കൂടി ഭാഗമായപ്പോൾ പ്രേക്ഷകർക്ക് ഹരമായി. അന്നും ഇന്നും എന്നും മീരയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആരാധകർ മലയാളത്തിലുണ്ട്. ഒരുപാട് കഴിവുകളുള്ള നടിയാണ് മീര ജാസ്മിൻ. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ദേശീയ അവാർഡ് നേട്ടം, തുടരെ തുടരെ മികച്ച ചിത്രങ്ങൾ. മമ്മൂട്ടിയും മോഹൻലാലും വിജയും അജിത്തും ഉൾപ്പെടെ മലയാളത്തിലെയും തമിഴിലെയുമെല്ലാം മുൻനിര താരങ്ങളുടെ നായികയായി വേഷങ്ങൾ എന്നിവയെല്ലാം മീരക്ക് ലഭിച്ചു. കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാൽ പാഠമൊന്ന്, ഒരു വിലാപം, ഒരേ കടൽ പോലെയുള്ളവയിൽ മികച്ച സ്ത്രീ കഥാപാത്രങ്ങളാണ് മീര ജാസ്മിൻ്റെത്. ഇതുപോലെ മലയാളത്തിലെ ഏറ്റവും അണ്ടർറേറ്റഡ് ആയ നടിമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യം വരുന്ന പേരുകളിലൊന്ന് മീര ജാസ്മിൻ്റെതായിരിക്കും. അന്യഭാഷകളിലേക്കുള്ള ചുവടുമാറ്റം, വിവാഹം ഇവയൊക്കെ നടിയുടെ മലയാളത്തിലെ മുൻനിര നായിക എന്ന പദവിയെ ബാധിച്ചുവെന്ന് വേണം കരുതാൻ. മലയാള നടിമാരോട് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി അഭിപ്രായം ചോദിച്ചാൽ അവിടെയും ഇവിടെയും തൊടാതെ മറുപടി പറഞ്ഞിരുന്ന കാലത്ത് എല്ലാത്തിനും കൃത്യമായ വ്യക്തമായ മറുപടി നൽകിയിരുന്ന ഏക നടിയും മീര മാത്രമായിരുന്നു. കോമഡിയും സീരിയസ് വേഷങ്ങളും ഒരേപോലെ അനായാസമായി കൈകാര്യം ചെയ്ത നടിമാർ കുറവാണ്. അതിലൊരാൾ കൂടിയാണ് മീര. തിരുവല്ലിക്കാരിയായ മീര ഏറ്റവും അവസാനം ചെയ്ത മലയാള സിനിമ മകളാണ്. കർക്കശക്കാരിയായ ബോസിന്റെയും അവരെ പ്രണയിക്കുന്ന ഒരു യുവാവിന്റെയും കഥയാണ് ക്വീൻ എലിസബത്ത് എന്ന ട്രെയിലർ സൂചന നൽകുന്നു. ബ്ലൂ മൗണ്ട് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രഞ്ജിത്ത് മണമ്പ്രക്കാട്ട്, എം പത്മകുമാർ, ശ്രീറാം മണമ്പ്രക്കാട്ട് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട മീര കേരളത്തിലുണ്ട്. ഇപ്പോഴത്തെ മീര ജാസ്മിനും പേളിമാണിയും ഒരുമിച്ചുള്ള ഒരു റീൽ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. സിനിമയുടെ പ്രൊമോഷനായി മീരയും പേളിമാണിയും തമ്മിലൊരു അഭിമുഖം നടന്നിരുന്നു. ആ വീഡിയോ ക്രിസ്മസിനോട് അനുബന്ധിച്ച് പേളിയുടെ യൂട്യൂബ് ചാനൽ സംപ്രേഷണം ചെയ്യും. മീരയുടെ ഹിറ്റ് ചിത്രമായ അച്ചുവിന്റെ അമ്മയിലെ വൈറൽ കോമഡി സീനാണ് പേളിയും മീരയും ചേർന്ന് റീക്രിയേറ്റ് ചെയ്തത്. വീഡിയോ അതിവേഗത്തിൽ വൈറലായി. പേളിക്കൊപ്പമുള്ള മീരയുടെ വീഡിയോ കണ്ട് പേളിയേക്കാൾ ചെറുപ്പം മീരക്ക് തോന്നുന്നുവെന്നാണ് ആരാധകർ കുറിച്ചത്. മീരയാണെന്ന് പേളി കുറിച്ചില്ലായിരുന്നുവെങ്കിൽ ശ്രദ്ധിക്കില്ലായിരുന്നുവെന്നും മീര അതീവ സുന്ദരിയായിട്ടുണ്ടെന്നും കമന്റുകളുണ്ട്. മീരയാണെന്ന് പറഞ്ഞത് നന്നായി. മമ്മൂട്ടിക്ക് ശേഷം മീരയാണ് അത്ഭുതപ്പെടുത്തിയത്. 41 ആയെന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്നെല്ലാം കമന്റുകളുണ്ട്.